ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം യു കെയിലെ NH സ്റ്റാഫിന് കിട്ടുന്ന കാർ ലീസ് സ്കീമിനെ പറ്റിയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്കീമിൻ്റെ ഒരു ഉപഭോക്താവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ കഴിയും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സ്കീമിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിച്ച് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ സ്കീമിൻ്റെ ഗുണവും ദോഷങ്ങളും ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശദ വിവരങ്ങളുമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഓൾറെഡി കാർലി സ്കീമുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്കറിയാം, ടൊയോട്ടയുടെ ഷോറൂമിലൊക്കെ നമുക്ക് 2-3 വർഷത്തേക്ക് കാർ ലീസിനെട്ടി PBBS എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്കീമുകളുണ്ട്. എന്നാൽ NHSൻ്റെ കാർലി സ്കീം അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്നും എങ്ങനെയാണ് അതൊരു പ്രയോജനമുള്ള സ്കീമാണ് എന്ന് ഞാൻ പറയാൻ കാരണമെന്നും ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വാഹനമൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയല്ല, 2, 3, 4 കമ്പനികളൊക്കെ ഓരോ ഓർഗനൈസേഷനും ഓരോ ഫ്ലീറ്റുകാരായിരിക്കും ഏറ്റേക്കുന്നത്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് മിൽട്ടൺ കീൻസ് എന്ന ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ മെയിനായിട്ട് ഇവർക്ക് വേണ്ടി ഈ കാർ ലീസ് നടത്തുന്ന NHSൻ്റെ കാർ ലീസ് നടത്തുന്ന ടസ്കേഴ്സ്, NHS ഫീഡ് സൊല്യൂഷൻസ്, പിന്നെ ഏതാണ്ട് ഒരു കമ്പനികളുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഓപ്റ്റ് ചെയ്തേക്കുന്നത് NHS ഫ്ലീറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അതിനകത്ത് പോയി നമുക്ക് ആദ്യം ഒരു സൈനപ്പ് ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് കൊടുക്കുമ്പം നമ്മുടെ ഒരു ഹോസ്പിറ്റലിന് ഒരു കോഡ് ചോദിക്കും അവർ. അതൊരു 3 അക്ക നമ്പറായിരിക്കും. അതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ലേണിംഗ് ഒക്കെ ചെയ്യുന്നവർ ലേണിങ്ങിൻ്റെ ടോപ്പിക്കിൻ്റെ മുന്നേ ഒരു നമ്പർ വരുമല്ലോ നമുക്ക്. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ 430. അപ്പം ഞങ്ങളുടെ എല്ലാ ടോപ്പിക്കും 430 ദ വെന്യൂ പഞ്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു കോഡ് കാണും. അപ്പോൾ ആ കോഡൊക്കെ അടിച്ച് കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് ആ ഓർഗനൈസേഷനും നിങ്ങൾക്ക് ഈ ആപ്പ് തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏത് ഫ്ലീറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഏത് ലീസ് കമ്പനിയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്തതെന്ന് നിങ്ങൾ അറിയേണ്ടതിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ NHS ഫ്ലീറ്റ് സൊല്യൂഷൻസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ചെക്ക് ചെയ്യാം. ശരി, ഇനി ഓരോന്നോരോന്നായിട്ട് പറയാം. എന്തുകൊണ്ട് NHS ഫ്ലീറ്റ് സൊല്യൂഷൻസ് ഒരു ലാഭകരമായ പരിപാടിയാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഫസ്റ്റ് ഇതൊരു സാലറി സാക്രിഫൈസ് സ്കീമാണ്. ഈ സാലറി സാക്രിഫൈസ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പല ആപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ സാലറി സാക്രിഫൈസ് സ്കീമുകൾ തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു 1000 പൗണ്ട് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ 1000 പൗണ്ടിൻ്റെ ടാക്സ് ഒരു 300 പൗണ്ടായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 1000 പൗണ്ട് നമുക്ക് തരുന്നതിന് മുന്നേ ഈ പൈസ അതായത് ഇവരെടുക്കേണ്ട പൈസ ഇവരെടുത്തിട്ട് നമുക്ക് തരുത്തുള്ളൂ. അതായത് ഇപ്പം പറഞ്ഞാൽ എനിക്കിപ്പോൾ കട്ട് ചെയ്തത് 100 പൗണ്ടാണെന്ന് വിചാരിച്ചു. NHS ഫ്ലീറ്റ് സൊല്യൂഷൻകാർ കട്ട് ചെയ്യുന്നത് മാസം 100 പൗണ്ടാണെങ്കിൽ നമുക്ക് വരാനും പോകുന്ന ശമ്പളം ഈ 900 പൗണ്ടിൻ്റെ ടാക്സ് ഗവൺമെൻറ് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ആ 100 പൗണ്ടിൻ്റെ ടാക്സ് ലാഭമാണ്. അപ്പം അതായത് ഇതിനു വേണ്ടി നമ്മൾ മാസം അടയ്ക്കുന്ന പൈസയ്ക്ക് ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ഡിഡക്ഷനാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി NHS ഫ്ലീറ്റ് സൊല്യൂഷൻസിനകത്ത് നിങ്ങൾക്ക് യൂസ്ഡ് കാറും ന്യൂ കാറും ഒക്കെ ഓപ്റ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും ന്യൂ കാറിനെ പോകത്തുള്ളൂ, കാരണം അതൊരു കമ്പാരിസനാണ് അതിൻ്റെ മെയിൻ കാരണം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഞാനൊരു ന്യൂ ഡ്രൈവറായിരുന്നു ഇവിടെ നേരത്തെ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വോക്സ് വാഗൻ്റെ ഫേറ്റർ എന്ന വണ്ടിയാണ്. അതറിയാം നിങ്ങൾക്ക്, അത് 3 ലിറ്റർ എഞ്ചിൻ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ ഡ്രൈവറായി എനിക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു വരുന്നത് 200 പൗണ്ടിനടുത്താണ്. ഓക്കെ, ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് എനിക്ക് വരുന്നത് ഏകദേശം 200 പൗണ്ടിൻ്റെ അടുത്ത് ഇൻഷുറൻസ് വരും. പിന്നെ ആ വണ്ടിക്ക് എല്ലാ വർഷവും ഞാൻ റിമോട്ട് ചെയ്യണം. വണ്ടിക്ക് ആവശ്യമുള്ള ഫ്യൂവൽ അടിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള മെയിൻ്റെനൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് തന്നെ എനിക്ക് എങ്ങനെ പോയാലും ഒരു 400-500 പൗണ്ടിൻ്റെ മേലെ ആവുക. ഇത് ന്യൂ ഡ്രൈവർ ആയതുകൊണ്ട്, കാരണം ന്യൂ ഡ്രൈവർക്ക് ഇൻഷുറൻസ് കൂടുതലാണ്. എന്നാൽ നിങ്ങൾ NHS ഫ്ലീറ്റിലേക്ക് വരുമ്പോൾ ഓൾ ദീസ് കംസ് ഇൻ എ സിംഗിൾ പേയ്മെൻറ്റ്. ഒറ്റ പേയ്മെൻറ്റിൽ, അതായത് നിങ്ങളുടെ ഇൻഷുറൻസും മെയിൻ്റെനൻസും എല്ലാം കൂടെ ഒരൊറ്റ പേയ്മെൻറ്റിലേക്കും കയറുക. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ BYDയുടെ ഡോൾഫിൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. വളരെ നല്ല വണ്ടി, പുത്തൻ വണ്ടി, പുതിയ കാർ. ഈ BYD ഡോൾഫിൻ എടുക്കുമ്പോൾ അത് ഇലക്ട്രിക് കാറാണ്. കൂടുതലും അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഇലക്ട്രിക് കാറുകളാണ്.
അപ്പോൾ BYD ഡോൾഫിൻ എന്ന കാർ ഞാൻ എടുക്കുമ്പം എനിക്ക് മാസം വരുന്ന സാലറി സാക്രിഫൈസ് ഇപ്പോൾ 460 പൗണ്ടാണ്. ഇപ്പോൾ ഈ 460 പൗണ്ട് ഞാൻ ചെയ്യുമ്പം എനിക്കിതിനകത്ത് വേറെ എക്സ്ട്രാ 5ൻ്റെ പൈസ ആവുന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സ്റ്റാഫിന് ഇലക്ട്രിക് ചാർജിങ് ഫ്രീ ആണ്. അതുകൊണ്ടും കൂടിയാണ്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ഇലക്ട്രിക് കാറിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ ഒരു ചാർജർ പ്ലേസ് ചെയ്ത് 500-600 പൗണ്ട് വെച്ച് ചാർജർ പ്ലേസ് ചെയ്താൽ പോലും ഒരു ഫുൾ ചാർജ് നിങ്ങൾക്ക് 3.5 തൊട്ട് 4 പൗണ്ട് വരെ ആവത്തുള്ളൂ, എസ്പെഷ്യലി നൈറ്റ് ടൈമുകളിൽ. അപ്പോൾ ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എന്ന് വെച്ചാൽ അത് ഒരു 360 മൈലാണ് എൻ്റെ വണ്ടി പ്രോമിസ് ചെയ്തത്. അതൊരു 260 മൈലാണ് എൻ്റെ വണ്ടി പ്രോമിസ് ചെയ്തത്. 266 മൈൽ. അതെനിക്ക് 200 എബവ് എന്തായാലും കിട്ടും. അപ്പോൾ 200 മൈലിന് പ്ലസ് എനിക്ക് ചിലവാകുന്നത് 3 to 4 പൗണ്ട് മാത്രമാണ്. പക്ഷേ എനിക്ക് ആ പൈസ ചിലവാകുന്നില്ല, കാരണം എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് ഫ്രീ ആയിട്ട് ചാർജിങ് തരുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അവിടെ കുത്തിയിട്ടാൽ എനിക്കത് ഫ്രീ ചാർജിങ് കിട്ടും. നിങ്ങൾക്കത് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിലൊരു ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലെ ഇലക്ട്രിസിറ്റിയിലാണ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത്. വെളിയിൽ കൊണ്ട് കുത്തിയിടാൻ നല്ല റേറ്റാണ്. അപ്പോൾ അതാണ്. അപ്പം എങ്ങനെ പോയാലും ഞാൻ എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും എനിക്ക് പുതിയൊരു വണ്ടി, പുത്തനൊരു വണ്ടി ഒരു 3 വർഷത്തേക്ക് എനിക്ക് യാതൊരു ഹെഡേക്കും ഇല്ലാതെ സേഫായിട്ടും സേഫ്റ്റി ആയിട്ടും ഓടിക്കാൻ ഈ സ്കീം വളരെ ഉപകാരമാണ്. കാരണം നമുക്കൊരു കമ്പാരിസൺ നടത്തിയാൽ പോലും. അതുമാത്രമല്ല, ഈ പറഞ്ഞ 460-നകത്ത് 5 ഡ്രൈവർമാർ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ഇൻഷുറൻസിനകത്ത്. അപ്പം എൻ്റെ വൈഫിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഡ്രൈവർമാരെ നിങ്ങൾ ഈ അപ് ടു 5 ഡ്രൈവേഴ്സ് നിങ്ങൾ ആഡ് ചെയ്താലും നിങ്ങളുടെ ഈ എമൗണ്ടിന് മാറ്റം വരത്തില്ല. എവറിത്തിങ് ഇസ് ഇൻക്ലൂഡഡ്. ഇതിന് ഈ വണ്ടി മേടിച്ചിട്ട് ഒരു മാസമായപ്പോൾ എൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇതുപോലെ ട്രാഫിക്കിൽ പെട്ടെന്നൊരു വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുകയും എനിക്ക് കൺട്രോൾ കിട്ടുകയില്ല, ഞാൻ ബാക്കിൽ കൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്തു. അവർ ആ സമയത്ത് ഞാൻ ഫ്ലീറ്റുകാരെ വിളിച്ച് പറയുകയും അവർ ഈ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയി. എനിക്ക് ആ സമയത്ത് എനിക്കൊരു കേട്ടസി കാറൊക്കെ തന്നു. അവർ 2 മാസം എടുത്ത്. കാരണം വണ്ടി ഇവിടെ ചൈനയിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നു. സ്പെയർ പാർട്സൊക്കെ ചൈനയിൽ നിന്ന് വരണമായിരുന്നു. അപ്പോൾ ടൈം എടുത്തു. പക്ഷേ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, അവർ തരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡിലേക്ക് വണ്ടികൾ തരുന്നത്. അപ്പോൾ വണ്ടിക്ക് വലിയ വിഷയങ്ങളൊന്നും വരാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. വിൻസ്ക്രീൻ മൊത്തം ഇൻഷുർഡാണ്, ടയറുകൾ ഇൻഷുർഡാണ്. എന്തെങ്കിലും ഇപ്പം നമുക്കൊരു കോൺട്രാക്റ്റ് അവർ തരും. ഇതാണ് അതിൻ്റെ ആപ്പ് എനിക്ക് എടുക്കുന്നേക്കുന്നത്. ഇതിനകത്ത് കണ്ടോ, നമ്മുടെ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ കോൺട്രാക്ട് എന്ന് ഇതിനകത്ത് തന്നെ കാണും. ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കാണും. അതുപോലെ തന്നെ ഈ ലീസ് ഇതിൻ്റെ ഈ പരിപാടി നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു വർഷത്തോട് നിർത്തുവാണെങ്കിൽ നമ്മളിപ്പം ഞാൻ ഒരു 466 ഞാനിപ്പം മാസം അടയ്ക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇയർ ഓഫ് ലീസ് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ 1832. അത് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷമാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ 1999. 3ാമത്തെ വർഷം സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ 366 പൗണ്ടും 3 വർഷം കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഈ ടെർമിനേഷൻ ഫീസ് എന്ന് വെച്ചാൽ. ഈ കോൺട്രാക്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് എഴുതി നമുക്ക് തരും. അതിനകത്ത് യാതൊരു ഡൗട്ടുകളൊന്നും വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 24 hours ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ വിളിക്കാം. അപ്പം ഞാനാണെങ്കിൽ എല്ലാ നമ്പറുകളും എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഡയറക്റ്റ് അവർ വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നൊക്കെ രീതിയിൽ എല്ലാ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ യാതൊരു ടെൻഷനും വരത്തില്ല. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെ ഒരു പുതിയ വണ്ടി നമുക്ക് കിട്ടുമ്പോഴത്തേക്കിന് അത് ഭയങ്കരമായിട്ട് ഇൻഷുർഡാണ്. അത് അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. പിന്നുള്ളത് ഇതിൻ്റെ മൈലേജ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് മൈലേജ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 7000 മൈലാണ്. കാരണം എനിക്ക് വലിയ ഓട്ടോ ഒന്നുമില്ല. നമുക്ക് 6000 മൈലോട് സ്റ്റാർട്ട് ചെയ്ത് 7000 മൈൽ, 8000 മൈൽ. അത് നമ്മൾ മൈലേജ് കൂട്ടുവാണെങ്കിൽ ഓരോ മൈലിനും ഇത്ര 5 പെൻസ് 6 പെൻസ് അങ്ങനെ റേറ്റ് വെച്ചിട്ട് അവർ ചാർജ് ചെയ്യും. അപ്പോൾ അത് വലിയ കൂടുതലല്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയ മൈലേജ് നേരത്തെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു 1000 മൈൽ വെച്ച് കൂടി എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ 7000 മൈലിന് പകരം നിങ്ങൾ 8000 മൈൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പേയ്മെൻറ്റിൻ്റെ വ്യത്യാസം 10-11 പൗണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും 450 ആയിരുന്നു, 454 സംതിങ് ആയിരുന്നു ആദ്യം. അപ്പോൾ ഞാനൊരു 6000 എന്നുള്ള 7000 മൈലാക്കിയപ്പോഴത്തേക്കാണ് അത് 466 ആയത്.
ഒരു 10 പൗണ്ടിൻ്റെ കൂടുതൽ വന്നു. അത്രേ ഉള്ളൂ. ഓരോ 1000 മൈലിന് ഒരു 10 പൗണ്ടിൻ്റെ വ്യത്യാസമേ മന്ത്ലി പേയ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. സ്കീം എപ്പോഴും നല്ലതാണ്. പിന്നെ ഒരുപാട് വണ്ടികളിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഈ ഫ്ലീറ്റ് സൊല്യൂഷൻസിൻ്റെ ആപ്പിൽ തന്നെ കയറി കഴിഞ്ഞാൽ വണ്ടികളിൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് എ കോഡ് ഓപ്ഷനിൽ പോവുക. അവിടെ പോവുക. നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഐ നോ വാട്ട് ഐ വാണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ്, യൂസ് സ്റ്റോക്ക് വെഹിക്കിൾസ്, ഹെൽപ്പ് മീ ചൂസ്. ഇപ്പം യൂസ്ഡ് വേണം എടുക്കാം, അല്ലെങ്കിൽ ഹെൽപ്പ് മീ ചൂസ് എടുക്കാം, സ്പെഷ്യൽ ഓഫേഴ്സ് എടുക്കാം. ഞാൻ ഇവിടെ ഹെൽപ്പ് മീ ചൂസ് എടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതുകൊണ്ട് എങ്ങനത്തെ വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയത്, എന്ത് മേക്കാണ് നിങ്ങൾക്ക് വേണ്ടിയത്, എന്ത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടിയത്, ഡോർസ് എത്ര വേണം, പ്രൈസ്, നെറ്റ് മന്ത്ലി, ഗ്രോസ് മന്ത്ലി. ഇപ്പം ഗ്രോസ് മന്ത്ലി ഇടണം. ഗ്രോസ് മന്ത്ലി ഇട്ടാലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിഡക്റ്റ് ആവുന്ന എമൗണ്ട് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഗ്രോസ് മന്ത്ലി ഇടുക. അപ്പം ഓരോ വണ്ടിയുണ്ട്. ഇതെല്ലാം കൂടിയ വണ്ടിയാണ്. അപ്പം ഇതിന് തന്നെ നമുക്ക് ഡോസ് ഇതാണ് ഏറ്റവും ചീപ്പ് വണ്ടി. ഇപ്പം ഒരു ഏറ്റവും ചീപ്പ് ലീപ് മോട്ടറിൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലീപ് മോട്ടറിൻ്റെ അതിന് മാസം വരുന്നത് 343 മാത്രമാണ് അതിന് ചിലവ് വരുന്നത്. സിട്രോൻ്റെ വണ്ടി 367. അങ്ങനെ ഓരോ വണ്ടികളും റേറ്റ്. സുസുക്കി വിറ്റാറ വരുന്നുണ്ട് 410 പൗണ്ടിന്. റെനോൾട്ടിൻ്റെ ഇത് അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ ബ്രൗസ് ചെയ്യാം. നിങ്ങൾ ഈ വണ്ടികൾ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ആ വണ്ടികളൊന്ന് നിങ്ങൾക്ക് അറിയാവുന്ന യൂട്യൂബ് ചാനലുകളിലും മറ്റുള്ള റിവ്യൂകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വണ്ടികൾ എടുക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള വണ്ടിയല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ 3 വർഷം നമ്മുടെ കയ്യിലാണല്ലോ വണ്ടി. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, വണ്ടിയിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും വരാതെ നമ്മൾ വണ്ടിക്ക് വൃത്തിക്ക് എസ്പെഷ്യലി സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും വരാതെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വണ്ടി തിരിച്ചേൽപ്പിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. തീർച്ചയായിട്ടും ഞാൻ അവിടെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നല്ലൊരു ഓപ്ഷനാണ്, എസ്പെഷ്യലി ന്യൂ ഡ്രൈവേഴ്സിനും പിന്നെ ന്യൂ കാർ ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്കും. നമുക്കറിയാം, ഒരു മാസം നിങ്ങളൊരു വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ വാഹനത്തിന് മേൽ നിങ്ങൾ ഒരു വർഷം ചിലവാക്കുന്ന പൈസ എത്രയാണ് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾ എത്ര രൂപയുടെ പെട്രോൾ അടിച്ചു, എത്ര രൂപയുടെ ഇൻഷുറൻസ് എടുത്തു, നിങ്ങൾക്ക് MOT എത്ര രൂപയായി, നിങ്ങളുടെ മറ്റുള്ള ഓയിൽ ചേഞ്ച് മറ്റുള്ള മെയിൻ്റെനൻസ് എത്ര രൂപയായി, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു കണക്കുകൾ എഴുതുക. എന്നിട്ട് അതിനെ നിങ്ങളൊരു 12 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ ചിലവ് മനസ്സിലാവും. ഈ മാസ ചിലവ് നിങ്ങൾക്ക് അതും നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന പുത്തൻ വണ്ടിയുടെ ഇതും കൊണ്ട് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക. എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നുന്നത്, എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള 2 ഡ്രോബാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്ത വണ്ടിക്ക് 266 മൈലേജ് ഉള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ഒരു സ്ഥലം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയി ചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. ഫാസ്റ്റ് ചാർജിങ് അവൈലബിലിറ്റി ഉണ്ട് ഇതിനകത്ത്. അതായത് നമുക്ക് ഈ വണ്ടി നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആക്കി എടുക്കാം. പക്ഷെ അതിന് നല്ല 10-60 പൗണ്ടാവും. അത് നമ്മളിപ്പം അത്ര, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു 4 hours 5 hours ടൈം പിന്നെ. അപ്പം എപ്പോഴും നല്ലത് നൈറ്റ് ടൈമിൽ എവിടെയെങ്കിലും ചെന്ന് ചാർജ് ചെയ്ത് നൈറ്റിൽ ചാർജ് ചെയ്ത് രാവിലെ കിട്ടുന്ന പോലെ ചാർജ് ചെയ്യാൻ പറ്റിയ സ്ലോ ചാർജസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ദൂരയാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. ഇതിൻ്റെ ഡ്രോബാക്സ് പറയണമല്ലോ. നമുക്കൊരു അൺലിമിറ്റഡ് ഡ്രൈവിംഗ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഞാൻ അതുപോലെ തന്നെ വേറൊരു വിഷയമാണ്, ഒരു എമർജൻസി വന്നു. അപ്പോൾ കഴിഞ്ഞ വട്ടം തന്നെ എനിക്ക് ഇവിടുന്ന് മിൽട്ടൺ കീൻസിൽ നിന്ന് ലെസ്റ്ററിലോട്ടൊന്ന് പോകണമായിരുന്നു. പെട്ടെന്ന് ഒരു എമർജൻസി വന്നു. ഒരു അങ്ങനെ അങ്കിള് മരിച്ചുപോയി. പെട്ടെന്ന് എമർജൻസി വന്നപ്പോഴത്തേക്കും വണ്ടിയിൽ 45% ചാർജേ ഉള്ളൂ. മിൽട്ടൺ കീൻസിൽ ലെസ്റ്ററിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour മേലെ യാത്രയുണ്ട്. അപ്പം അവിടെ പോയി ചാർജ് ചെയ്യാമെന്ന് വെച്ച് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തു. നൈറ്റിലെടുത്തത് ഒരു 10-11 കൂടെ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടപ്പം രാത്രിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വണ്ടി ഒരു 4-5% മെയിൻ അത്രയും ചാർജിനോട് അവിടെ എത്തി കേട്ടോ. അവിടെ എത്തി ഒരു ചാർജിങ് സ്പോട്ട് കണ്ടുപിടിക്കാൻ വെച്ച പാടുപെട്ടു ഞാൻ. കാരണം നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഇതിൻ്റെ കുറേ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഇലക്ട്രിക് കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
കുറേ ആപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ആ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ ടെസ്ലയുടെ ആപ്പ് ഉണ്ടാവും, ഈ BP പൾസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാവും, അങ്ങനെ പല കമ്പനികളുടെയും ആപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ അവരുടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ, അല്ലെങ്കിൽ കാറിനകത്ത് തന്നെ, ഇലക്ട്രിക് കാറിനകത്ത് തന്നെ ഈ ചാർജിങ് സ്റ്റേഷനൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ചാർജിങ് സ്റ്റേഷനും ഓരോരോ കമ്പനി ആയതുകൊണ്ട് ഓരോന്നിനും ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു നെഗറ്റീവ്. ഇലക്ട്രിക് കാറിൻ്റെ അല്ല, ഞാൻ NHS ഫ്ലീറ്റിൻ്റെ സൊല്യൂഷൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇലക്ട്രിക് കാറിൻ്റെ ഗുണദോഷമൊക്കെ നിങ്ങൾ വേറെ നോക്കിക്കോണം. NHS ഫ്ലീറ്റ് സൊല്യൂഷൻസ് ചൊല്ലി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ സമയം കണ്ടെത്തി നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു വെരി മച്ച്.